എല്ലാം ഭായിയുടെ അനുഗ്രഹം അല്ലേ മുജി? നീ ആ ഭായി ഒന്ന് കയറി കണ്ട് കല്യാണം വിളിച്ചേരെ. കാലിയാക്ക, നിങ്ങൾ നാട് വെറുതെ കുട്ടിച്ചോറാക്കല്ലേ. ഉള്ള നേരം കൊണ്ട് ആ ഭായിനെ വണ്ടി കയറ്റി വിടാൻ നോക്ക്. നീ എന്താടാ ഈ പറയണേ? ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഭായിയെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും കല്യാണം കൂടില്ല കേട്ടാ. എന്നാലും കുഴപ്പമില്ല, അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കാനേ ഈ മുജീനെ കിട്ടൂല. മുജി, അങ്ങരുടെ ശാപം കിട്ടിയ ഈ കല്യാണം വരെ മുടങ്ങും, പറഞ്ഞേക്കാം. ആയിക്കോട്ടെ, നിങ്ങൾക്കും ഭായിക്കും പറ്റുമെങ്കിൽ എന്റെ ഫാത്തിന്റെ കെട്ടൊന്ന് മുടക്ക്, ഞാൻ വിശ്വസിക്കാം. പറഞ്ഞത് കറക്റ്റ്. ഫാത്തിയുടെ കെട്ട് മുടങ്ങിയ ഞങ്ങൾ വിശ്വസിക്കാൻ പായില്ല. ഒന്ന് മുടക്കി കാണിക്കും. എന്നാ കാണാം. കാണാം. അങ്ങനെ അങ്ങ് പോവല്ലേ. കെട്ട് മുടങ്ങിയില്ലെങ്കിൽ ഭായിനെ ബംഗാളിലേക്ക് കയറ്റി വിടുവോ? അത് ഞങ്ങൾക്ക് മംഗളോട് കൂടിയാലേ. ഉറപ്പിച്ചു വരെ നിങ്ങൾക്കും ഭായിനെ അങ്ങ് വിശ്വാസമല്ല അല്ലേ? കയറ്റി വിട്ടിരിക്കും. അങ്ങനെ സംഭവിച്ച അത് ഈ പെരുമാനിയുടെ തീരാ നഷ്ടം. ആയിക്കോട്ടെ. മുടങ്ങൂലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? സ്വർണം, ഉടുപ്പുകള്, നാസർ. പ്രസിഡന്റ്, മറ്റന്നാളാ കല്യാണം. 2 വീട്ടിലൊരുക്കങ്ങൾ കഴിഞ്ഞ് ഇനി എന്ത് പ്രശ്ന? അല്ല, ഭായ് കല്യാണം മുടക്കൂലേ? ഭായി കല്യാണം മുടക്കിയില്ലെങ്കിൽ എന്ത് വില കൊടുത്തും നമ്മൾ ഈ കല്യാണം മുടക്കും. അത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇതിപ്പോ പെരുമാനയുടെ മൊത്തം പ്രശ്നമാണ്. എന്ത് വില കൊടുത്തു നമുക്ക് ഈ കല്യാണം നടത്തണം. നിങ്ങൾ പേടിക്കണ്ട, എന്റെ ഫാത്തിന്റെ കല്യാണം പെരുമാനി തങ്ങൾ ഏറ്റെടുത്തോളൂ. പെരുമാനിക്ക് ആപത്ത് വരുന്ന ഒന്നും തങ്ങൾ ചെയ്യൂല. ഈ കെട്ട് നടക്കും, അത് കട്ടായ. ആ തട്ടനത് ഉണ്ടാക്കി തരില്ലെന്ന്. ഇപ്പൊ എന്താ ചെയ്യാ? മുടക്കുന്നേ. എത്ര മുടക്കിയാലും അയാൾ ഉണ്ടാക്കില്ലാന്ന്. എടാ, കല്യാണം മുടക്കാന് ഇത് എത്ര തവണ ഞാൻ പറയണ അഭി? എനിക്കൊരു സൂപ്പർ ഐഡിയ ഉണ്ട്. നീ ഇന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് വാ, ഞാൻ ജനാല തുറന്നു വെക്കാം. ഇത് ടിൻഡു നാസൊക്കെ വിളിച്ച് പറയട്ടെ. ഇതറിഞ്ഞ അങ്ങനെ എന്നെ കിട്ടൂല, എനിക്ക് ഉറപ്പാ. എന്നിട്ട് ഞാനെങ്ങോട്ട് പോകും? വീണ്ടും മാമന്റെ വായലേക്കാ? എടാ അഭി, നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഒരു പ്രാന്തിനെ കെട്ടിട്ട് എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നേ? ഒട്ടിച്ചേർന്നാടാ നിക്കണത്. അതാണ് എന്റെ സങ്കടം. ഇലിപ്പ് കണ്ടിട്ട് ഇന്ന് എന്നെ ഒളിച്ചോടുന്ന മട്ട. ഓടും, ഓനൊറ്റ കൂടും, അല്ലെങ്കിൽ നമ്മളോനെ ഓട്ടിക്കും. ഓനിപ്പോ എന്താ ചെയ്യുന്നേ? ഇപ്പൊ അവൻ അവളുടെ കണ്ണീരൊപ്പാടാ. കണ്ണീരാ? എന്തിന്? എനിക്കൊന്നും അറിയില്ല നാസറേ. സത്യം പറ ഫാത്തി, നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? വേറെ ആര്? എടാ അഭി, അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഈ നാസർക്കായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കായിരുന്നാ? അഭി, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ കല്യാണം മുടക്കാൻ ഞാൻ എന്തും ചെയ്യും. എന്ന് വെച്ചാ രാത്രി നീണ്ട അരണാണ് അടിച്ചോണ്ട് പോകും ഞാൻ പറയും.